ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഈദ് വ്ളോഗൊക്കെ ചെയ്യാഞ്ഞിട്ട് കുറേ പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈദ് വ്ളോഗ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ അന്വേഷിച്ചല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വേറെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിവിടെ കുമ്പളം കറിയായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഇളവനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു സൗണ്ടൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളൊന്നുമില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൗണ്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം നിങ്ങൾ പറയണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണോ നമുക്ക് വേണ്ടത്, അതല്ല നമ്മളെ കിച്ചണിലുള്ള ആ ഒരു സൗണ്ടാണോ വേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുമ്പളം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലഞ്ച്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രം. അപ്പോൾ കുമ്പളൊക്കെ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചോറൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം അതവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുമ്പളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയൊരു കേബേജാട്ടോ. കേബേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കഷ്ണമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉച്ചക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ചോറ് കഴിക്കുക. വൈകുന്നേരം നമ്മൾ ചോറ് കഴിക്കൂല. അപ്പം നമുക്ക് കുറച്ച് മതി. പിന്നെ നമ്മൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ അതാ അങ്ങനെ കേബേജ് നമ്മളിതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേബേജ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാനിതുപോലെ കൈ കൊണ്ടൊന്നിങ്ങനെ നന്നായിട്ട് തിരുമ്മി കൊടുക്കലുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പലകയിൽ വെച്ച് വരുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കതെന്തോ അത്ര ഇഷ്ടമല്ല. ഞാൻ കത്തി കൊണ്ട് തന്നെ കേട്ടോ കേബേജ് കട്ട് ചെയ്യൽ. ഇനി നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ചെറിയൊരു ഉണക്ക സ്രാവാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ബീഫോ ചിക്കനോ അതുപോലെ തന്നെ ഫിഷൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഉണക്ക സ്രാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ സ്രാവ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അതിൻ്റെ പുറംതൊലിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയോണ്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്രാവും തന്നെ നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഉച്ചക്ക് മാത്രമേ ഇവിടെ ചോറ് കഴിക്കുള്ളൂ എന്ന്. അപ്പോൾ ഉച്ചക്കുള്ള മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ സ്രാവ് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ കുമ്പളം നമ്മൾ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കറിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ചോറ് അവിടെ അടുപ്പത്ത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അത് കറിയൊക്കെ നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ കുമ്പളത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചീനമുളകാണ് എടുക്കുന്നത്. അപ്പോൾ അത് അരപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കുക്കറൊക്കെ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഇതിലേക്ക് ചെറിയ 2 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് ചീനമുളകും 2 ചെറിയ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കറിവേപ്പില. അപ്പോൾ ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരച്ച് പകുതി ആയപ്പോഴാട്ടോ ഓർമ്മയത്. അപ്പോൾ അതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടി ഇവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുക്കർ 2 വിസിലൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ആ ഒരു പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കുമ്പളം ഉടഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ കറി നമ്മളത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളിതാ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരപ്പത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ കൂടുതൽ കട്ടിയാവാൻ വേണ്ട, എന്നാൽ ഒരുപാട് വെള്ളം കൂടും വേണ്ട കേട്ടോ. അതാണ് ഈ ഒരു കറി ടേസ്റ്റ്. ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയൊരു തിള വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു വെള്ളമാണ് ഇതിലേക്ക് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. ഇനി ചെറിയൊരു തിള വന്നതിന് ശേഷം നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതുപോലത്തെ കറിയൊക്കെ കൂടുതൽ തിള വന്നാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മളിതൊന്ന് കടുകിട്ടെടുക്കുന്നുണ്ട്. അതിനായിട്ട് അതൊരു ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരണം. ആ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ടേബിൾ സ്പൂൺ കടുകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കാബേജ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ആ ഒരു ചട്ടി തന്നെ നമ്മൾ കേക്കിൻ്റെ ശേഷം അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ കാബേജ് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പയിൽ ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കും തന്നെ ഒരു ചെറിയൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, പിന്നെ ചീനമുളക് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് നമ്മളിന്ന് ചീനമുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നവർ തന്നെ ആവും, പക്ഷെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതാ നമ്മളെ കേബേജ് നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കേബേജ് ഉപ്പേരി ഇവിടെ റെഡിയായി. കറി റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാങ്ങ കേട്ടോ, പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചീനമുളകും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഇനി ഇതാ നമ്മളിവിടെ മീൻ ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ തന്നെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലഞ്ച് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ കാണിക്കുന്നത് എൻ്റെ ബ്രദർ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ അവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അവർ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിൻ യാത്രയിൽ അവന് എനിക്ക് തന്നിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം.